കളിക്കാൻ 2 ദിവസമായി ഭയങ്കര വിശപ്പുണ്ട്. കൊടുങ്ക ഭയങ്കര വിശപ്പായില്ലേ, ഭയങ്കര വിശപ്പായി. മൊബൈൽ ഫോൺ ഗൂഗിൾ ചെയ്യാനോ? ഗൂഗിൾ ചെയ്യേ എന്റെ അമ്മച്ചി. ആള് ഭയങ്കര മാർക്കറ്റിംഗ്. ഞാൻ എന്റെ വലിയ പുലിയാണല്ലോ മാർക്കറ്റിംഗ്. എന്റെ അമ്മച്ചി നമസ്തേ. ഞാനൊരു കാര്യം ചെയ്യട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങളെ ജോലി തരട്ടെ നമ്മുടെ കമ്പനിയില്. എന്തിനാ? നിങ്ങൾ നല്ല കഴിവുള്ള മനുഷ്യനാ, ജോലി ചെയ്യാം. നോക്കണോ? ജോലി വേണ്ട. കാലം പോയപ്പോ ഗൂഗിൾ പേ ചെയ്താൽ മതി. അതല്ല, ഇന്ന് തൊഴിലാളി ദിനം പ്രമാണിച്ചിട്ട് ഒരു ജോലി കൊടുത്തതിനുള്ള പണി കിട്ടിയെന്ന്. അഭിലാഷ് നമ്മുടെ തൃശ്ശൂര് ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കോർഡിനേറ്ററാണ്. പരിചയപ്പെട്ടിരിക്കേണ്ട ഒരു വ്യക്തിയാണ് അഭിലാഷ്. ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുകയാണ്. ഓട്ടോ ആൾ തന്നെയാണ്. അഭിലാഷിന്റെ വലിയൊരു ആഗ്രഹമാണ് അഭിലാഷിന്റെ പുതിയ ഓട്ടോ ഇറങ്ങിയിട്ട് ഞാൻ ഓടിക്കണം എന്ന്. ഇന്ന് നോക്കുമ്പോൾ 2 പ്രത്യേകത. ഒന്ന് തൊഴിലാളി ദിനം മെയ് 1, പിന്നെ തൃശ്ശൂർ പൂരമാണ്. ഞങ്ങള് ഓട്ടോ ഒക്കെ എടുത്തൊന്ന് റൗണ്ട് അടിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോയി ഇറങ്ങി വരികയാണ്. അഭിലാഷിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. കാരണം എൻ്റെ ഈ 812 കിലോമീറ്റർ ഓട്ടം കഴിഞ്ഞ് വേൾഡ് റെക്കോർഡൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അഭിലാഷ് ഫോൺ വിളിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ അറിയില്ല ആരാറില്ല. ഇത് പറഞ്ഞോ, കുറുക്കഞ്ചേരി, ഇതാണ് ആ സ്ഥലം, കസ്തൂർബ പുവർ ഹോമില് 10-40 അമ്മമാർക്ക് പുടവ കൊടുക്കണം, ഭക്ഷണം കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുവൈറ്റിലാണ്. ഞാൻ പറഞ്ഞു ഞാൻ തിരക്കിലാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സാറേ പൈസയൊക്കെ ഞാൻ എടുത്തോളാം, ഒക്കെ ഞാനേ ചെയ്യണത്, സാറ് വന്ന് ചെയ്യണം, എൻ്റെ വലിയൊരു ആഗ്രഹമാണ്, എൻ്റെ വലിയൊരു ഫാനാണ്, സാറിനെ കൊണ്ട് ചെയ്യിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ തിരക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ ആള് ഡേറ്റ് മാറ്റി. ഞാൻ വരണ വരെ കാത്തിരുന്നു. ഞാൻ വന്നു. കുറുക്കഞ്ചേരിയിൽ ഈ അമ്മമാരുടെ അടുത്ത് പോയി. ഞാൻ ചെല്ലുമ്പോഴത്തെ സീൻ എന്താന്ന് വെച്ചാല്, ഞാൻ വരുമ്പോ വലിയ കട്ടൗട്ടറും ബാനറും തോരണങ്ങളും ഒക്കെ, നെടുപുഴ അല്ലേ, കുറുക്കഞ്ചേരി അടുത്ത് നെടുപുഴ, ഇതൊക്കെ കണ്ട് ഞാൻ പിഎന്റെ അടുത്ത് ചോദിച്ചു, ഇവിടെ കാശ് വല്ലതും കൊടുത്ത, ഇവിടെ ആകെ ആഘോഷമാണല്ലോ. ഇവനെ കണ്ടിട്ട് അതിനുള്ളൊരു വകുപ്പും കാണാനില്ല, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണെന്നാണ് പറഞ്ഞത്. ഇല്ല സാറേ, ഒരു പൈസ പോലും ചോദിച്ചിട്ടില്ല, കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നീടാണ് കഥ അറിയണത്. ആളുടെ ഓട്ടോറിക്ഷ വിറ്റിട്ട് 70,000 രൂപ മറ്റോ അവിടെ എടുത്തിട്ട് അമ്മമാർക്ക് മുണ്ടും ഭക്ഷണം കൊടുത്തു. ഉള്ള എൻ്റെ കട്ടൗട്ടും തോരണങ്ങളായിട്ട് അടിച്ചു പൊളിച്ചു. ഓട്ടോറിക്ഷയില്ല, വഴിയാധാരമായിട്ട് നിൽക്കുകയാണ് ഞാൻ നോക്കുമ്പോൾ. അതാണ് ആള് എന്ന് പറഞ്ഞാൽ ഫ്രം ദ ഹാർട്ട്. ചാരിറ്റി പലരും പല ആംഗിളിലാണ് ചെയ്യുക. പക്ഷേ ഫ്രം ദ ഹാർട്ട് ഒന്നില്ലായ്മയിൽ നിന്ന് ആണ് അമ്മമാർക്ക് ഭക്ഷണം ഇതൊക്കെ കൊണ്ട് ചാരിറ്റി ചെയ്തത്. അപ്പം എനിക്കാകെ കുറ്റബോധമായി. ഇത് വല്ലാത്തൊരു സീനായി പോയി. അപ്പം ഞാൻ പറഞ്ഞു ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ അതും സ്വീകരിക്കാൻ തയ്യാറല്ല. തികഞ്ഞ ആദർശമുള്ള ഒരു വ്യക്തിയാണ്, ക്ലീൻ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഓട്ടോറിക്ഷയും സ്വീകരിച്ചില്ല. അതിനുശേഷം ഓട്ടോറിക്ഷ വാടകയ്ക്കൊക്കെ എടുത്ത് ഓടിക്കുകയായിരുന്നു. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഓട്ടോറിക്ഷ ഒന്നും വേണ്ട, വർഷത്തിൽ എപ്പോഴേലും 1-2 പ്രാവശ്യം ആളിങ്ങനെ ചാരിറ്റി സംഘടിപ്പിക്കും, അതാണ് ആളുടെ സന്തോഷം. അപ്പോൾ സാറ് ആ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്താൽ മതി, ആളത് കോർഡിനേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്ത വ്യക്തിയാണ്. അതിനൊക്കെ ഞാൻ പോയി ഉദ്ഘാടനം എൻ്റെ കൈ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. ഇങ്ങനെയാണ്, വലിയ പ്രവർത്തനമാണ്.
ഇപ്പൊ ആള് ഓട്ടോറിക്ഷ ഇറക്കിയിരിക്കുകയാണ്. അതില് ആളുടെ ഒന്നുമില്ല, ആളുടെ ഒരു ചെറിയ ഫോട്ടോ മാത്രമാണ് ഇവിടെ വെച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ്. ഇതാ ഈ നമ്പറൊക്കെ നോട്ട് ചെയ്തോ. ബോച്ചെ ഫാൻ തൃശ്ശൂർ കോർഡിനേറ്റർ അഭിലാഷ്. ഫോൺ നമ്പർ ഇത് ഞാൻ തന്നെയാണ്. പിന്നെ നമ്മുടെ ചാരിറ്റിയുടെ ട്രസ്റ്റിന്റെ കാര്യങ്ങളൊക്കെയാണ്. ആള് എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് കൊടുത്തിട്ടില്ല. പാവങ്ങളുടെ പടത്തലവെന്നാണ് എന്നെ പറയണേ. പക്ഷെ ഇല്ലായ്മയിൽ നിന്ന് ഓട്ടോറിക്ഷ വിറ്റ ആള് നിങ്ങൾ തന്നെയാണ് ശരിക്കും ഇതിന്റെ പടത്തലവൻ. സത്യത്തിൽ എനിക്ക് കുറ്റബോധം തോന്നാറുണ്ട്. എന്നേക്കാൾ എത്രയോ ഉയരങ്ങളിലാണ് ശരിക്ക് കാശുണ്ടായിട്ട് ചെയ്യുന്നതും ഇല്ലായ്മയിൽ നിന്ന് ചെയ്യുന്നതും. അത് നമ്മളെ കൊണ്ട് പൊടിപ്പിച്ചിട്ടായാലും പാവങ്ങൾക്ക് അത് കോർഡിനേറ്റ് ചെയ്യാനുള്ള മനസ്സ്. ഒരുപാട് പേര് പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് വാങ്ങില്ല, ഓട്ടോയില്ല. അങ്ങനത്തെ ആളാണ് അഭിലാഷ്. ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന് മാതൃകയാണ്. അയ്യോ, ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് വേറെ പണികൾ കിട്ടും. പലരും വളരെ ആക്റ്റീവായിട്ട് പല ജില്ലകളുണ്ട്. എങ്കിലും ഇത് മാതൃകയാണ്. ഇല്ലായ്മയിൽ നിന്ന് മനസ്സിലുള്ള ആരോഗ്യമാണ്, മനസ്സിന്റെ ശക്തി, ആ ധൈര്യമാണ്. ആള് പറയും ഓട്ടോറിക്ഷ വരുമ്പോൾ സാറേ കാശൊക്കെ ഉണ്ടാവില്ല, അതൊന്നും പ്രശ്നമില്ല. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ സന്തോഷമായിട്ടുള്ളതുകൊണ്ട് ജീവിക്കും. അതാണ് ആളുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ആളെ എവിടെ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും പോകും. ഓട്ടോറിക്ഷ ഓടിക്കാൻ പറഞ്ഞു, ഞാൻ കയറിയിരുന്ന ഓട്ടോറിക്ഷ ഓടിച്ചു. എന്താ പറയുകയും ചെയ്യും. കാരണം ഇങ്ങനെ ഹൃദയശുദ്ധിയുള്ളവരാണ് നമുക്ക് വേണ്ടത്. അതുപോലെ ഒരുപാട് പേര് ഉണ്ടാവട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. സോ conquer the world with love. Love you everybody.